ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ 10 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എൻഡായി പോകുന്നു എന്നുള്ളതാണ്. കുറേ വർഷങ്ങളായിട്ട് നിങ്ങൾ സഹിച്ച ഒരു കാര്യമായിരിക്കാം. നിങ്ങൾക്ക് അനങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവാം. നിങ്ങളൊരു ട്രാപ്പിലൊക്കെ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷന് ഇവിടെ എൻഡ് ആവുന്നു എന്നുള്ളതാണ്. ഇത് ചില വ്യക്തികൾ നിങ്ങളെ ട്രാപ്പിലാക്കിയതായിരിക്കാം. നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റാതെ ഒരു കാര്യവും നിങ്ങൾക്ക് ശരിക്കും സ്വാതന്ത്ര്യത്തോടെ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യങ്ങൾക്കെല്ലാം ഇവിടെ ഒരു അവസാനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എണീക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾ എണീറ്റ് നിങ്ങളുടെ ആ ഒരു എഫേർട്ട് കൊണ്ട് ജീവിതം സക്സസ്ഫുൾ ആക്കിയ ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ആ ഒരു കാര്യം ജീവിതത്തിൽ നിന്നും ചിലപ്പോൾ ഒരിക്കലും മാറ്റാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നൊരു കാര്യമായിരിക്കാം അത്. അല്ലെങ്കിൽ നിങ്ങൾ വീണ് പോയിടത്ത് നിന്നും എനിക്കൊരിക്കലും എണീക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നുവെങ്കിൽ അവിടെ നിന്നും നിങ്ങളുടെ മാത്രം പ്രയത്നം കൊണ്ട് നിങ്ങൾക്ക് എണീറ്റ് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ മുന്നോട്ട് വന്നൊരു വ്യക്തിയാകാം. അപ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം എഫേർട്ട് കൊണ്ട് നമ്മളൊരു സക്സസ്ഫുൾ ആകുമ്പോൾ നമുക്കൊരു ഒരു സ്വയം അഭിമാനമൊക്കെ തോന്നും. അപ്പോൾ ഒരുപക്ഷെ നമ്മളെക്കുറിച്ച് ആൾക്കാരൊക്കെ സഹായിച്ച് നമ്മളൊന്ന് സക്സസ് ആകുന്നതിലും അതിലും നല്ലത് നമ്മൾ സ്വയം പ്രയത്നിച്ച് അവിടെ ഒരു സക്സസ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതിൽ രണ്ടും രണ്ടാണ് നമുക്കതിൽ നിന്നുമുള്ള എക്സ്പീരിയൻസ്. അപ്പോൾ സ്വന്തം പ്രയത്നം കൊണ്ട് നന്നായ ആൾക്കാരുടെ ഒരു എനർജി ഉണ്ട്. അല്ലെങ്കിൽ കുറേ ആൾക്കാരിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല എന്നൊക്കെ. അപ്പോൾ ആരുടെയും ഹെൽപ്പ് വേണ്ട എന്ന് വിചാരിക്കുക. കാരണം നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനാണ് നമ്മുടെ സോൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് മനസ്സിലാക്കുക. നിങ്ങളുടെ ആ ഒരു കാർമിക് സൈക്കിള് അതിവിടെ എൻഡായി എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കമാണ്. നമുക്ക് തൊട്ടടുത്തായി വന്നിട്ടുള്ളത് ഡെത്ത് കാർഡാണ്. അപ്പോൾ ഈ ഒരു ഡെത്ത് കാർഡ് പറയുന്നത് തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കം തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൽ ഒരു പുതിയ മാനസികാവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ളതാണ്. നിങ്ങളിനി ആരെന്തു പറഞ്ഞാലും അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്നൊരു ചിന്ത ഈ സമയം നിങ്ങൾക്ക് വരുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക. നമ്മളുടെ മുന്നിലുള്ള പോസിറ്റിവിറ്റിയെ അക്സെപ്റ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും ശ്രമിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം. അല്ലാതെ നമ്മൾ ചെറിയൊരു പ്രശ്നം ഇപ്പോൾ ആരോടെങ്കിലും ചെറുതായിട്ടൊന്ന് സംസാരിക്കേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് അപ്പം തന്നെ അതങ്ങ് ഇമോഷണലായിട്ട് എടുത്ത് അതങ്ങ് ഡെസ്പായി പോകരുത് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ചേഞ്ചസ് അത് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾ പുതിയൊരു ഫേസിലേക്ക് പോവുകയാണ് എന്ന് തന്നെ പറയാം.
നിങ്ങൾ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതിൽ നിന്നും എൻറ്റയർലി പുതിയൊരു വ്യക്തിയായിട്ട് നിങ്ങൾ വരുന്നു എന്നുള്ളതാണ്, അങ്ങനെ മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാർമികമായിട്ടുള്ള സിറ്റുവേഷൻ എൻഡായി നിങ്ങളിലേക്ക് പുതിയ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത റിലേഷൻഷിപ്പിൽ നിന്നൊക്കെ നിങ്ങൾ മാറി പുതിയൊരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും പുതിയൊരു തുടക്കം തന്നെയാണ്. അപ്പോൾ നല്ലൊരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സമയം ഉണ്ടെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 4 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം മിസ്സിംഗ് ആണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന എന്തോ ഒരു കാര്യം അത് നഷ്ടപ്പെട്ടു പോയതിൽ വിഷമിച്ചിരിക്കുന്നു എന്നാണ്. ചിലപ്പോൾ അത് മിസ്സിംഗ് ആയ ആ ഒരു കാര്യം നിങ്ങൾക്ക് കണ്ടെത്താനും പറ്റിയിട്ടുണ്ടാകൂല. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും. അപ്പോൾ എന്തോ ഒരു സംതിങ് മിസ്സിംഗ് ഉണ്ട്. എവിടെയോ ഞാൻ പൂർണ്ണതയില്ലാത്ത ഒരു ആളാണ്, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എന്തോ ഒരു കാര്യം നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒരു നിരാശ തീർച്ചയായിട്ടും നിങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഇതിൽ പാസ്റ്റിലെ ഓർമ്മകൾ വന്ന് നിങ്ങളെ വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ ഒന്ന് ബോറടിച്ചൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യം, അതായത് എന്തോ ഒരു സന്തോഷമില്ലാത്ത പോലെ, അങ്ങനെ എന്തോ ഒരു കാര്യം, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് ഉണ്ട് എന്നുള്ളതാണ്. ഒരു ഹിഡൻ ബ്ലെസ്സിങ് ദൈവം നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരു സൈൻ അത് എവിടെയോ ഉണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് അത് തീർച്ചയായിട്ടും നിങ്ങൾ അവഗണിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്കിവിടെ ഹൈ പ്രിസ്റ്റസിൻ്റെ ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം ഇൻറ്റ്യൂഷനിലൂടെ തരുന്നുണ്ട്. അപ്പോൾ പക്ഷേ നിങ്ങൾ പലപ്പോഴും അത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങളത് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ നിങ്ങൾ വിചാരിക്കാത്ത ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് വിചാരിക്കാത്തൊരു സഹായം എത്തും എന്നുള്ളതാണ്. അങ്ങനെ എത്തിച്ചേരാനുള്ളൊരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾ ചിലപ്പോൾ പ്രതീക്ഷിക്കില്ല ഈ ഒരു സ്ഥലത്ത് നിന്നും ഇങ്ങനെയൊരു കാര്യം കിട്ടുമെന്ന്. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. പക്ഷേ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്നും നിങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു സഹായം കിട്ടുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പെട്ടെന്നുള്ളൊരു കമ്മ്യൂണിക്കേഷനൊക്കെ നിങ്ങൾക്ക് വരാം. അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് വരാം. മാത്രമല്ല നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സത്യം അത് റിവീൽ ചെയ്യുമെന്നും കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ക്ലാരിറ്റി വരുമെന്നുള്ളതാണ്. ഇത് പാസ്റ്റിൽ ഇങ്ങനെയാണ് സംഭവിച്ചത്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അന്നങ്ങനെ സംഭവിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ ജോലിസ്ഥലത്ത് സംഭവിച്ച കാര്യങ്ങൾ അതിൻ്റെ ആ ഒരു സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന കാര്യങ്ങൾക്ക് ക്ലാരിറ്റി വരുമെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ പെട്ടെന്നുള്ളൊരു റിയലൈസേഷനാണ്. മാത്രമല്ല നിങ്ങൾക്ക് അനങ്ങാൻ പറ്റാതിരുന്ന ഒരു സ്ഥലത്ത് പെട്ടെന്ന് നിങ്ങൾക്കൊരു അവിടെ നിന്നും ഒരു ചേഞ്ചാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഇതിലൊരു പുതിയ തുടക്കം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 8 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ നിങ്ങൾക്ക് വളരെ വലിയൊരു സക്സസ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നൊരു എനർജിയാണ്. അപ്പോൾ ഇത് ചിലപ്പോൾ കുറേ കാലമായി നമ്മളിൽ ഇല്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യം, ഒരു ഭാഗ്യദോഷം എന്നൊക്കെ വിചാരിച്ചിരുന്ന ആ ഒരു കാര്യം അത് ശരിക്കും മാറി ഒരു പ്യൂരിറ്റിയിലേക്ക് നിങ്ങൾ വരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ കുറേ സ്ട്രഗിൾസും ഒബ്സ്റ്റക്കിൾസും ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ക്ലെൻസിങ് നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്ത തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അത് ഇപ്പോൾ ഒരു മെസ്സേജ് ആയിട്ടോ കോളായിട്ടോ അല്ലെങ്കിൽ ഒരു യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമായിട്ടോ ഒക്കെ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ സഡനായിട്ട് വരുന്നു എന്നാണ്, വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മാത്രമല്ല ഇതിൽ നിങ്ങൾക്ക് വളരെ
സ്ട്രഗിൾ ചെയ്തു പോകേണ്ട ഒരു കാര്യം, അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തരുന്നൊരു സാഹചര്യം കാണുന്നുണ്ട്. മുന്നോട്ട് പോകാൻ ഈസി ആയിട്ട് നിങ്ങൾക്ക് പറ്റും. നിങ്ങൾക്ക് സ്ട്രഗിൾ ചെയ്ത് പോകേണ്ട ഒരു കാര്യം അത് ഈസി ആക്കി തരുന്നൊരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുന്നിലുള്ള തടസ്സങ്ങളെ പൊട്ടിച്ചു മാറ്റി, ഡിവൈൻ പ്രപഞ്ചം അത് പൊട്ടിച്ചു മാറ്റി നിങ്ങൾ വളരെ എളുപ്പത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇത് ഒരു ജോലി ലഭിക്കുന്നതാവാം, അല്ലെങ്കിൽ ബിസിനസ്സിൽ പുതിയ ഐഡിയാസ് വരുന്നതാകാം. അപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോകാനുള്ള ആ ഒരു വഴി നിങ്ങൾക്ക് മുന്നിൽ ഒരു തടസ്സവുമില്ലാതെ തീർച്ചയായിട്ടും തുറന്നു കിട്ടുമെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ കിങ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കുമുള്ള ഒരു വ്യക്തത വരുമെന്നാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ചില കാര്യങ്ങളിൽ നമ്മൾ ലോജിക്കലായിട്ട് കൂടി ചിന്തിക്കേണ്ട ഒരു സമയമാണ്. ചില കാര്യങ്ങളിൽ നിങ്ങളുടെ ഹൃദയവും മനസ്സും ഒരുപോലെ ചിന്തിച്ച് തീരുമാനിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ നിങ്ങളൊരു ബൗണ്ടറി വെക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ് എന്നാണ്, അല്ലെങ്കിൽ നിങ്ങളങ്ങനെ വെക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ ഇത്ര കാര്യങ്ങൾ പറഞ്ഞാൽ മതി, ഇതിൽ കൂടുതൽ പറയേണ്ടതില്ല, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് നിങ്ങൾ തീരുമാനിക്കും. അതായത് ആരോടും നിങ്ങൾ അതിര് വിട്ട് ഒന്നും പറയാനോ അല്ലെങ്കിൽ അവിടെ ഒരു കാര്യങ്ങളും ചെയ്യാനോ ഒന്നും പോകുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അതിര് കടന്ന് സപ്പോർട്ട് ചെയ്യാനോ ഒന്നും നിങ്ങളിവിടെ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നോ പറയേണ്ട സ്ഥലത്ത് നിങ്ങൾ നോ പറയണം എന്നുള്ളതാണ്. അതല്ല മറ്റുള്ളവർക്ക് ഒരുപക്ഷെ വിഷമമാകുമോ എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ പ്ലീസ് ചെയ്ത് സംസാരിക്കാതിരിക്കുക എന്നൊരു മെസ്സേജാണ് നിങ്ങൾക്ക് നൽകുന്നത്. അതുമാത്രമല്ല കൃത്യമായിട്ടുള്ളൊരു ബൗണ്ടറി നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങളുടെ ഹൃദയം പറയുന്നത് കേൾക്കാം, പക്ഷേ ബുദ്ധി കൂടി ഉപയോഗിച്ച് വേണം നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കേണ്ടിയത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ അങ്ങനെ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ഏസ് ഓഫ് പെന്റക്കിൾസിന്റെ ഒരു എനർജിയാണ്. പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരാനുള്ള സാധ്യതയാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ പുതിയ എന്തെങ്കിലും ഒരു കാര്യത്തിലൂടെ നിങ്ങൾക്ക് പൈസ വരാം. ഇപ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വരുമാനത്തിന്റെ തുടക്കമായിരിക്കാം ഇത്. ഒരുപക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു പുതിയ വഴി കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ എന്തിനാണോ പ്രാർത്ഥിച്ചിരുന്നത് ആ പ്രാർത്ഥനയുടെ ഫലം അത് നിങ്ങൾക്ക് ദൈവം തരുന്നൊരു എനർജിയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഇതിലും ഒരു പുതിയ തുടക്കമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ജോലി ലഭിക്കുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഇൻ്റർവ്യൂ പാസ്സാകുന്നതാകാം. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ഈ ഒരു റീഡിങ്ങിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിലൊരു പുതിയൊരു ജോലി സാധ്യതയോ അല്ലെങ്കിൽ നിങ്ങൾ പുതിയ എന്തെങ്കിലും ബിസിനസ് തുടങ്ങുകയോ ഒക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എത്തിച്ചേരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങളിലേക്ക് അർഹമായൊരു കാര്യം അത് തീർച്ചയായിട്ടും ഈ ഒരു സമയം എത്തിച്ചേരുമെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. മാത്രമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ പുതിയ തുടക്കം കാണുന്നുണ്ട്. പിന്നെ ഇവിടെ പേജ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ നിങ്ങൾ എന്തോ ഒരു കാര്യം പഠിക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം, ചിലപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുന്നതുമായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ എന്തോ ഒരു കാര്യം നിങ്ങൾ പഠിക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിനെങ്ങനെ തുടക്കമിടണം, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു ക്ലാരിറ്റി തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. മാത്രമല്ല ഇതിൽ ചില കാര്യങ്ങളുടെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം ആ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. അതായത് നിങ്ങൾ അറിഞ്ഞ ചില കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ചോദിക്കണമെന്നുണ്ടായിരിക്കാം എങ്കിൽ അത് നിങ്ങളുടെ മനസ്സിലിങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ചോദിച്ച് കൺഫേം ആക്കാമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നതുമാകാം. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ വന്ന് നിങ്ങളിങ്ങനെ പിണങ്ങി മാറി നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് ആ ഒരു തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി, അതായത് അങ്ങനെ മാറ്റാനുള്ള അവസരങ്ങൾ വരുന്നുണ്ട്.
നിങ്ങളുടെ ആ ഒരു സത്യാവസ്ഥ അത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ പറഞ്ഞു മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിവിടെ ഓവർ തിങ്ക് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്നൊരു എനർജിയാണ് ഈ സമയം. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ കെയർഫുള്ളായിട്ടൊന്ന് ചെയ്യാൻ ശ്രമിക്കണം എന്നൊരു മെസ്സേജ് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ ഒരു വ്യക്തി, നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന സാഹചര്യങ്ങളും കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു തെറ്റിദ്ധാരണകളൊക്കെ അവസാനിപ്പിക്കണം എന്നൊരു ചിന്തയോടുകൂടി അവർ മുന്നോട്ട് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 3 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു എനർജിയാണ്. ഇതിൽ നിങ്ങൾ മറ്റുള്ളവരാൽ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ്. നമുക്കിവിടെ 6 ഓഫ് വാൻസിന്റെ ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്ന് വിചാരിച്ചിരുന്നുവെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളത് മാറ്റുക, നിങ്ങളുടെ ആ ഒരു ചിന്ത. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ കുറേയധികം ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾക്കൊരുപാട് സ്കില്ലുണ്ടാവാം, പക്ഷേ ഇതുവരെയും ആ ഒരു സ്കില്ല് പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. ഒരുപക്ഷെ സാഹചര്യങ്ങൾ അനുകൂലമായി വന്നിരിക്കില്ല. അപ്പോൾ ഈ ഒരു സമയം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ആ ഒരു സാഹചര്യം അനുകൂലമാകുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഈ സമയത്ത് നിങ്ങളുടെ ചിന്തകളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പാസ്റ്റിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചതും എന്നാൽ അത് നടക്കാതെ പോയിട്ട് ഉള്ള കാര്യങ്ങൾ അത് ഈ ഒരു സമയം നിങ്ങൾക്ക് നടന്നു കിട്ടുമെന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനുള്ള ഒരുപാട് സപ്പോർട്ട് ഈ പ്രപഞ്ചത്തിൽ നിന്നും കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം അതൊന്ന് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ അംഗീകരിക്കുന്ന ചില സാഹചര്യങ്ങളും നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സൃഷ്ടികൾക്ക് രൂപം കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കഴിവുണ്ട് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ വളരെ അഭിമാനത്തോടു കൂടി എന്തോ ഒരു കാര്യം മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഹൈറഫിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇതുവരെയും മനസ്സിലാക്കാത്ത കാര്യം അത് നിങ്ങളിവിടെ മനസ്സിലാക്കുന്നുണ്ട്. ചിലപ്പോൾ ചിലർ മെഡിറ്റേഷനിലൊക്കെ ഇരുന്നിട്ട് നിങ്ങളുടെ പാസ്റ്റൊക്കെ കാണുന്നുണ്ടായിരിക്കാം. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലൂടെ, അത് ഒരുപക്ഷെ മെഡിറ്റേഷനിലൂടെ ആവാം, അല്ലെങ്കിൽ ടാരോയിലൂടെ ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീംസിലൂടെ, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ഇൻസൈറ്റിലൂടെയൊക്കെ നിങ്ങൾക്ക് ഒരു മെസ്സേജ് കിട്ടും എന്നുള്ളതാണ്. കാരണം ഇവിടെ നിങ്ങൾക്ക് ഒരു ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലൊരു സാഹചര്യം കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു മെസ്സേജിനെ തീർച്ചയായിട്ടും സ്വീകരിക്കുക, ഇഗ്നോർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പുതിയൊരു റിയലൈസേഷനാണ്. പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, പല കാര്യങ്ങളും പുതിയതായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഞാൻ ചെയ്ത കാര്യത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, അതൊക്കെ വളരെ സമാധാനത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്ന ഒരു എനർജിയാണിത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെയാണല്ലോ സംഭവിച്ചത്, നമ്മൾ പല കാര്യങ്ങളും ഇവിടെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഒരു സമയം നിങ്ങൾക്കൊരു ഗുരുവിൻ്റെ പ്രസൻസ് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. നിങ്ങൾക്കൊരുപാട് സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. നിങ്ങൾ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായി കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ടാവാം, അല്ലെങ്കിൽ മെഡിറ്റേഷൻ, യോഗ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതുമാകാം. ഈ ഒരു സമയം തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സ്പിരിച്വൽ ഇൻസൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ബുദ്ധിയും കഴിവും ഉണ്ടെന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു ഹിഡൻ ട്രൂത്ത് അത് എന്താണ് എന്ന് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളെ വിശ്വസിക്കുക എന്നുള്ളതാണ്. നമ്മൾ മറ്റാരേക്കാളും നമ്മളെ തന്നെയാണ് വിശ്വസിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു സെൽഫ് ഡൗട്ട് ഉണ്ടെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകുന്ന വഴി അതിലെന്തെങ്കിലും ഒരു തെറ്റുണ്ടോ, അല്ലെങ്കിൽ അത് ശരിയാണോ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് നിങ്ങൾക്ക് സ്വയം അനലൈസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും നിങ്ങൾ ഇൻറ്റ്യൂട്ടീവായ ആൾക്കാരാണ്.
നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കൊണ്ട് നിങ്ങൾ തന്നെ തീർച്ചയായിട്ടും ഒന്ന് ആലോചിച്ച് നോക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കുന്ന ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടുമെന്നുള്ളതാണ് ഇവിടെ നിങ്ങളോട് പറയുന്നത്. മാത്രമല്ല, ഈ ഒരു സമയം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വർദ്ധിപ്പിക്കുന്നത് നല്ലതായിരിക്കും. അതിനു വേണ്ടിയിട്ട് നമുക്ക് പ്രാണായാമം ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വർദ്ധിപ്പിക്കാം. കാരണം നിങ്ങൾ വളരെ സ്പിരിച്വൽ പവറുള്ള ആളുകളാണെന്നുള്ളതാണ്. ഈ ഒരു ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുന്നത് കഴിവുകളുള്ള, സ്പിരിച്വൽ പവറുള്ള ഒരു ആളാണ്. അപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻറ്റ്യൂഷനായിട്ട് ഈ ഒരു സമയം നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ടെമ്പറൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ബാലൻസ് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ഓവർ തിങ്ക് ചെയ്ത് നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ ഡൗൺ ആക്കി വെക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് ചിന്തിക്കുന്നത് അതൊക്കെ ഒന്ന് മതിയാക്കുക. നമ്മൾ ഓവർ റിയാക്ട് ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മതിയാക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. അതായത് നമ്മൾ ഏത് കാര്യത്തിനും ഇടപെടുകയും മറുപടി പറയുകയും ഒക്കെ ചെയ്യാതെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ മറുപടി പറയാതിരിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ ഇടപെടാതിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തോട് ശാന്തവും സ്ഥിരവുമായ ഒരു സമീപനം നിലനിർത്തണം എന്നുള്ളതാണ്. മറ്റൊരു വ്യക്തിയെ ഒന്നിനും വേണ്ടി നമ്മൾ നിർബന്ധിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ ഒന്നിനും വേണ്ടി മറ്റുള്ളവരോട് വാശി പിടിക്കരുത് എന്നുള്ളതാണ്. അതിന് നമുക്ക് യാതൊരു അവകാശവുമില്ല. അതുപോലെ തന്നെ ഇവിടെ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ നിങ്ങൾ മുന്നും പിന്നും നോക്കാതെ തീരുമാനമെടുക്കരുത് എന്നൊരു മെസ്സേജ് കൂടി നൽകുന്നുണ്ട്. കാരണം ഇവിടെ നമുക്ക് നൈറ്റ് ഓഫ് സോഡ്സും നൈറ്റ് ഓഫ് വാൻസും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളിലും എടുത്തു ചാടി തീരുമാനമെടുക്കാനുള്ളൊരു സാഹചര്യം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ തീർച്ചയായിട്ടും ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുക എന്നൊരു മെസ്സേജാണ് നിങ്ങൾക്ക് നൽകുന്നത്. അതുപോലെ തന്നെ ഇവിടെ അമിത ചിലവ് നിയന്ത്രിച്ച്, അതായത് ചിലപ്പോൾ ഒരുപക്ഷെ വരവിനേക്കാൾ ചിലവായിരിക്കാം നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെയും ഒന്ന് ബാലൻസിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് എന്നൊരു തോന്നലൊക്കെ വരുമെന്നുള്ളതാണ്. അപ്പോൾ അമിത ചിലവ് നിയന്ത്രിക്കണം എന്നൊരു ചിന്തയൊക്കെ നിങ്ങൾക്ക് തോന്നി തുടങ്ങുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് വാൻസിന്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ലെവല് കൂടുതലായിരിക്കും എന്നുള്ളതാണ്. ഈ ഒരു സമയം നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ പ്രതീക്ഷയോടെ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു പ്രതീക്ഷയ്ക്കനുസരിച്ച് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള ആറ്റിറ്റ്യൂഡും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. മാത്രമല്ല പല കാര്യങ്ങളും ചെയ്തു തീർക്കണം എന്നൊക്കെയുള്ളൊരു ചിന്തയൊക്കെ ഈ സമയം നിങ്ങൾക്ക് വരും. ഈ ഒരു സമയം നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടായിരിക്കും. ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾ കുറേ ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ഒരു റെസ്റ്റുമില്ലാതെ ജോലി ചെയ്യാനൊക്കെയുള്ളൊരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ പെട്ടെന്ന് തന്നെ ചില ആൾക്കാർ ആക്ഷൻ എടുക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ചില സമയം കുറച്ച് ലേസി ആയിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന ആളുകൾ, അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാലും അത് ചെയ്യാതൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡിൽ പെട്ടെന്നൊരു മാറ്റം സംഭവിക്കുമെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വാങ്ങിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നുണ്ടാവാം. പക്ഷെ അത് നിങ്ങൾ പിന്നത്തേക്ക് മാറ്റി വയ്ക്കുന്നില്ല. അത് നിങ്ങൾ അപ്പോൾ തന്നെ ചെയ്യാൻ തയ്യാറാകുമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി എന്തോ ഒരു കാര്യം ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 6 ഓഫ് വാൻസിന്റെ ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വിജയം അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. ആളുകളുടെ അംഗീകാരം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു സമയമാണിത്. നിങ്ങൾ ഒരുപാട് നാൾ ആഗ്രഹിച്ചൊരു കാര്യത്തിലേക്കായിരിക്കാം ഈ ഒരു ബ്ലെസ്സിങ് തീർച്ചയായിട്ടും വരാൻ പോകുന്നത്. നിങ്ങൾ ചെയ്ത കാര്യങ്ങൾക്ക് നിങ്ങൾ അർഹിക്കുന്ന ആ ഒരു ഫലം നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് ഒരു റെക്കഗ്നേഷനൊക്കെ കിട്ടാൻ പോകുന്ന ഒരു സമയമാണ്. നിങ്ങൾ
തിരിച്ചറിയപ്പെടാൻ പോകുന്ന ഒരു സമയം കൂടിയാണ്. ഒരുപാട് പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു എനർജിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകളിൽ നിന്ന് പോലും നിങ്ങൾക്ക് ഒരുപാട് വെല്ലുവിളികളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം. എന്നാൽ ഈ ഒരു സമയം നിങ്ങളുടെ ആ ഒരു വിക്ടറിയിലേക്ക് നിങ്ങൾ കടന്നു പോകുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഒരു ഗുഡ് ന്യൂസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് നല്ല രീതിയിൽ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ലവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു സ്പിരിച്വൽ യൂണിയനാണ് കാണാൻ കഴിയുന്നത്. ഇതിൽ നിങ്ങളുടെ സോൾമേറ്റുമായിട്ട് ഒരു റീകൺസിലിയേഷനൊക്കെ വരുമെന്നുള്ളതാണ്. അപ്പോൾ പാസ്റ്റിൽ നിന്നും നിങ്ങളെ വിട്ടുപോയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടായി പിരിഞ്ഞു പോയ ആരെങ്കിലും നിങ്ങൾക്ക് ഒരുപക്ഷെ അവരെ മറക്കാൻ പറ്റാത്തതായിരിക്കാം. അത് സോൾമേറ്റ് ആയിരിക്കാം. അപ്പോൾ ആ ഒരു വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ നല്ലൊരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. ഇതൊരു ഡിവൈൻ ആയിട്ടുള്ളൊരു കണക്റ്റാണ്. അപ്പോൾ അത്തരത്തിലൊരു തോന്നലൊക്കെ നിങ്ങൾക്കും അവർക്കും തോന്നിയേക്കാം. ഇതിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ നിങ്ങളെ ആരെങ്കിലും വിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു യഥാർത്ഥ കാരണം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്ന ഒരു എനർജിയും ഉണ്ട്. മാത്രമല്ല ഇവിടെ ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഈ സമയം മറ്റേ ആളിൻ്റെ മനസ്സിൽ എന്താണ് അത് നിങ്ങൾക്ക് വരും. അവരെന്തെങ്കിലും പെയിൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളിലേക്കും വരുമെന്നുള്ളതാണ്. ഇത് തിരിച്ചും അങ്ങനെ തന്നെയാകാം. അപ്പോൾ തീർച്ചയായിട്ടും ഇതിലൊരു യൂണിയനാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളുമായിട്ട് അകന്നിരിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേയധികം സാഹചര്യങ്ങൾ ഈ സമയം നിങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ടെങ്കിൽ മാത്രം തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ്. കാരണം ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ കാണുന്നുണ്ട്. ഒരുപക്ഷെ ഇതിൽ പല ആളുകളും ആ വ്യക്തി ഇനിയും ഒരിക്കലും ലൈഫിലേക്ക് വരരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് നിങ്ങൾക്കുള്ള റീഡിംഗ് അല്ല. ഇത് തീർച്ചയായിട്ടും ഇവിടെ ആരെയോ നിങ്ങൾ കാത്തിരിക്കുന്നൊരു എനർജിയും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്നും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുമെന്നുള്ളതാണ്. ഒരു പക്ഷേ എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു തോന്നലുണ്ടായി അവർ നിങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുന്നതാകാം. അങ്ങനെയൊരു സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് 2 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇത് രണ്ട് സാഹചര്യത്തിനെ പലപ്പോഴും കൂളായിട്ട് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. എന്ത് വന്നാലും നിങ്ങൾക്കതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നൊരു ടെൻഷൻ തോന്നുമെങ്കിലും അല്ലെങ്കിൽ എത്ര വലിയ വിഷമഘട്ടത്തെയും നിങ്ങൾക്ക് ഇവിടെ തരണം ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൽ നിങ്ങളുടെ പൂർവികർ ചെയ്തിരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു എനർജിയും ഉണ്ട്. ചിലപ്പോൾ അവർ ചെയ്തിരുന്ന ഒരു തൊഴിലാകാം, അല്ലെങ്കിൽ മറ്റു വസ്തുക്കളാവാം. അപ്പോൾ അങ്ങനെ എന്തോ ഒരു കാര്യം നിങ്ങൾ ചെയ്തു തുടങ്ങുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പാസ്റ്റിൽ മൺമറഞ്ഞു പോയ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിൽ നിന്നും നിങ്ങൾക്കൊരു ഗൈഡൻസും ബ്ലെസ്സിങ്സും ഒക്കെ കിട്ടുന്നു എന്നുള്ളതാണ്. അവർ ചിലപ്പോൾ പല കാര്യങ്ങളും നിങ്ങളുടെ ഇൻഡ്യൂഷനിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്.